മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ എന്നും അലീന ചേച്ചിയുടെ പപ്പ വിളിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചത് കാരണമാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് അറിയാൻ സാധിച്ചതെന്നൊക്കെ രോഹിത്ത് വിളിച്ച് മനുവിനോട് പറയുന്നുണ്ട്. രോഹിത്ത് വിശേഷങ്ങളെല്ലാം പറയാൻ വിളിക്കുന്ന സമയത്ത് കമലയും മനുവും കൂടി ഹരിയെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശേഷങ്ങളൊക്കെ പറയുന്നത് കമല അരിയത്തിരുന്ന് കേൾക്കുന്നുണ്ട്. രോഹിത്ത് വെച്ചതിന് ശേഷം കമലയും മനുവുമായിട്ട് അലീനയുടെ പേര് പറഞ്ഞുടക്കുകയാണ് കേട്ടോ. ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കൊളത്തൂപ്പുഴ വരെ സഞ്ചരിക്കാണ്ടാണ് ഇവർക്കൊക്കെ സൂക്കേടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല അകത്ത് പോയി ഇരിക്കുകയാണ്. കമലയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെയാണ് രഞ്ജിനി വന്ന് കമലയെ ഒന്നുകൂടി പിരികയറ്റി വിടുന്നത്. അലീനയുടെ പേര് ആര് പറഞ്ഞാലും അത് ആര് പറഞ്ഞതായാലും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണല്ലോ കമല. കമല ഇപ്പോൾ ആലോചിക്കുകയാണ്, ഈ വൈജയന്തി അവിടെ പോയിട്ട് എന്ത് കാര്യമുണ്ടായി? ആ കുട്ടികൾ കൊളുത്തൂപ്പുഴയിലേക്ക് കെട്ടിയെടുക്കുകയാണ് അത്രേ, സമ്മാന പൊതികളുമായിട്ട് വേലക്കാരിക്ക്. ബാലചന്ദ്രനും ആൾ മോശമല്ല, കാമുകിക്ക് പിറന്നാൾ സമ്മാനവുമായിട്ട് മക്കളെ തന്നെയാണ് അയക്കുന്നത്. ഓ, തൊലിക്കട്ടി സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ സ്വയം ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്. കമല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ഞാനിതൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ വൈജയെ ഒന്ന് വിളിച്ചേ പിരികയറ്റി വിടണം, അവൾക്ക് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട എന്താവശ്യമുണ്ട് എന്നൊക്കെ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ തൻ്റെ ഫോൺ എടുത്ത് കമലയ്ക്ക് കോൾ ചെയ്യാണ് കേട്ടോ. കമലയോട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താണ് കമലയിടത്തി ഈ സമയത്തൊരു കോളിംഗ് എന്നൊക്കെ. കമല പറയുന്നുണ്ട്, പുതിയ വിശേഷങ്ങൾ അറിയുമ്പോൾ സമയമൊന്നും നോക്കാൻ നേരില്ലല്ലോ വൈജയെ. എനിക്കെന്തായാലും വിശേഷങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ നിന്നെ വിളിക്കണമെന്ന് തോന്നി. സമയം ഏതാണെന്നൊന്നും ഞാൻ നോക്കാൻ നിന്നില്ല. എന്തായാലും നീ ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു എന്നുകൂടി വൈജയോട് കമല പറയുകയാണ്. വൈജ ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് ഉറക്കം കളയാൻ മാത്രം ഏടത്തി എന്ത് വിശേഷമാണ് ഇപ്പോൾ അറിഞ്ഞത്? നീ അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞില്ലാന്ന് എൻ്റെ അടുത്ത് നടിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ വൈജിക്ക് മനസ്സിലായി കമല ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന്. എങ്കിലും കമല പറഞ്ഞതുപോലെ തന്നെ ഒന്ന് അഭിനയിച്ച് കളയാം, അറിയാത്ത പോലെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് ഏടത്തി അറിഞ്ഞതെന്ന് പറഞ്ഞാലും. അല്ല, നമ്മുടെ പഴയ അടുക്കളക്കാരിയുടെ പിറന്നാളായിട്ടേ നാളെ പൊന്നും പണ്ടവും ഒക്കെ കൊണ്ടേ കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് കുറേ തോഴന്മാരും തോഴികളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ദേ മനുവിൻ്റെ ഫോണിലേക്ക് അവിടെ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും വിളിച്ച് പറയുണ്ടായേ. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അതെ, അതൊക്കെ സത്യം തന്നെയാണ്. അതിനുള്ള തീരുമാനമൊക്കെ അപ്പുറത്തെ മുറിയിൽ ഇപ്പം നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? പോവുകയോ കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വൈജ വളരെ സിമ്പിളായിട്ട് തന്നെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന കമല ചോദിക്കുന്നുണ്ട്, അത് ശരി വൈജ, നിനക്ക് പോലും ഒരല്പം ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായോ? നീ എന്തിനാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്? എത്രയോ വേലക്കാരികൾ നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി പോയിരിക്കുന്നു. അവർക്കാർക്കും ചെയ്യാത്ത എന്താണ് ഇവൾക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നിനക്ക് എന്താണ് ചോദിച്ചറിഞ്ഞാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്താണ് കേട്ടോ കമല ഇതെല്ലാം പറയുന്നത് കേട്ടിട്ട് ശിവൻ മുറിയിലേക്ക് കടന്നു വരുന്നത്. ശിവൻ അല്പസമയം മിണ്ടാതിരിക്കുകയാണ്, കമല എത്രത്തോളം പറഞ്ഞ് കയറി പോകുമെന്നറിയാനായിട്ട്. കമല വീണ്ടും തുടരുകയാണ്, അറിഞ്ഞില്ലേ കൊണ്ടുപോയ ഏതോ ആൾ അവളെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന്. അതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണ് നിൻ്റെ മക്കൾ നാളെ അവിടേക്ക് എഴുന്നള്ളുന്നത്. അതൊക്കെ ഇവിടെ വിളിച്ച് പറയുകയും ഇവിടുത്തെ ആളുടെ സന്തോഷപ്രകടനമല്ലേ കാണേണ്ടിയിരുന്നത്. രോഹിത്തിനെ ഞാനൊന്ന് കാണുന്നുണ്ട്, അവനെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ അടുത്തവനെയും കൂടിയും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദേ വൈജേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കാര്യം ശരി, അവരെ മാമൻ്റെയോ അമ്മയുടെയോ ഒക്കെ മക്കളായിരിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ കുടുംബത്തിന് മനു മാത്രമേ ഉള്ളൂ. രോഹിത്തിനോട് അതൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് വെച്ചേക്ക്. എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും കൂടി നീ പറഞ്ഞോ. വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കണ്ട. വൈജി ഇതെല്ലാം കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഏടത്തിക്ക് ഇതെന്താ പറ്റിയേ? ഏടത്തി അവർ പോവേ വരേ എന്തെങ്കിലും ആയിക്കോട്ടെ,
നമ്മൾക്കിപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഞാനിപ്പോൾ അത് കഴിഞ്ഞ് ഒരംഗം വെട്ട് കഴിഞ്ഞിങ്ങ് മുറിയിലേക്ക് കയറിയതേ ഉള്ളൂ. ഞാനിവിടെ താമസിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഏടത്തി. അല്ലാതെ എനിക്ക് അവരെ ആരെയും തടുക്കാനുള്ള അനുവാദമൊന്നും ആരും തന്നിട്ടില്ല. പിന്നെ എൻ്റെ മക്കളും പഴയതുപോലൊന്നുമല്ല. അവർക്ക് അവരുടെ അച്ഛൻ്റെ വാക്കാണ് വേദവാക്യമായി എടുത്തിരിക്കുന്നത്. ഏടത്തി ഇത് പറയാനാണ് എന്നെ വിളിച്ചതെങ്കിൽ ഏടത്തി കോള് കട്ട് ചെയ്തോളൂ. വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നമുക്കിടയിൽ വന്നിട്ട് പിന്നീട് കാണുമ്പോൾ മുഖം തിരിഞ്ഞ് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട. അല്ല, രോഹിത്തിൻ്റെയും ഹരിയുടെയും കുറിച്ചുള്ള സംസാരം കേട്ടതുകൊണ്ട് പറഞ്ഞതാണെന്ന് ഒരിക്കൽ കൂടി പറയാണ് വൈജയന്തി. ഉടനെ തന്നെ കമല വീണ്ടും ബർത്ത്ഡേയും സഞ്ചാരവും എടുത്തിട്ടു. നിനക്ക് നിൻ്റെ മക്കളോടെങ്കിലും പറഞ്ഞൂടെ ആ വീട്ടിൽ നിന്നും അവളെ കാണാനായിട്ട് പോവാൻ സാധിക്കില്ലെന്ന്? ഒരാളെയും വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ. നീ എന്തിനാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞത് നീ തിരിച്ചു ചെന്ന് അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 10-20 പവൻ്റെ സ്വർണവും എന്തോ 2-3 ലക്ഷം രൂപയുടെ ചിലവൊക്കെ കണ്ടു. അതുകൂടാതെ അല്ലേ ഇനിയിപ്പോൾ ഈ ഗോൾഡൊക്കെ ആയിട്ട് പോവാൻ നിൽക്കുന്നത്? ഇതൊക്കെ നിനക്ക് തടുക്കാൻ കഴിയാത്തത് എന്താണ് വൈജേ എന്ന് വീണ്ടും കമല ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ശിവൻ കമലയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയോടായി പറയുന്നുണ്ട്, വൈജയ് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ബാലചന്ദ്രൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ അയാൾ ആ പെൺകുട്ടിക്കായിട്ട് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് നീ തടുക്കാനോ തടയാനോ ഒന്നും നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ നീ തടുക്കുന്നിടത്ത് നിൽക്കേമില്ല ബാലചന്ദ്രനും മക്കളും. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവളുടെ വാക്ക് കേട്ടിട്ട് നീ ആരോടും തല്ലുണ്ടാക്കാൻ പോവരുതെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് കൂടി ശിവേട്ടൻ പറയാണ്. ഉടനെ തന്നെ വൈജ പറയുന്നുണ്ട്, ആ ശിവേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? ശിവേട്ടനെ ഞാനൊന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ കൂടിയാണല്ലോ ഈ അലീനയെയും ബാലചന്ദ്രനെയും എൻ്റെ മക്കൾക്കൊക്കെ ഇത്രയ്ക്കും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല വൈജയന്തി, നീ എന്തൊക്കെ പറയുന്നത്? 55 വയസ്സായ ബാലചന്ദ്രന് ഇനി ഞങ്ങൾ കൊടുത്തിട്ട് വേണോ ഈ സ്വാതന്ത്ര്യം അംഗീകരിക്കാനൊക്കെ? അയാൾ കേൾക്കുകയും കൂടിയും വേണ്ട. നിനക്ക് നന്നായിട്ടറിയാലോ, നിനക്ക് അച്ഛനായിട്ട് എഴുതി തന്നതിൽ നിന്നും 5-10 പൈസ പോലും ഇത്രയും കണ്ട കാലത്തിനിടക്ക് അയാൾ നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള അവനെയാണ് നീ ഈ കണ്ട കാലം ഭരിച്ച ആ വീട്ടിൽ നിന്നത്. നിൻ്റെ കയ്യിൽ നിന്നും ഭരണം പോയിട്ടിപ്പോൾ ഏറി വന്നാൽ 5-8 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നിനക്ക് എല്ലാം അങ്ങ് തളർന്നു പോയി നീ അല്ലേ? നിനക്ക് മറ്റുള്ളവരെ ഭരിക്കാൻ കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ നിനക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയാതെയായി. നീ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതെല്ലാം തരണം ചെയ്ത് ഇന്ന് നീ നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ല വിചാരിക്കുന്നത്. ഇവളെപ്പോലുള്ളവരുടെയൊക്കെ ഈ വാക്ക് കേട്ടിട്ടേ നീ തകർക്കുന്നത് നിൻ്റെ ജീവിതമാണ്. ഇവളൊക്കെ ഇവിടെ കിടന്നിട്ട് ഒരേ പിച്ചുമ്പേയും പറയുന്നുണ്ടെങ്കിലും അവൾ നല്ലൊരു കുടുംബിനിയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. നല്ലൊരു കുടുംബിനിയെന്ന് ഞാൻ പറയുന്നില്ല. അമ്മയുടെ സ്ഥാനത്തായാലും ഭാര്യയുടെ സ്ഥാനത്തായാലും അവൾ വന്നു കയറിയ വീട്ടിൽ അവളുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുകൂടി ശിവൻ തൻ്റെ നയം വ്യക്തമാക്കുകയാണ്. വൈജയന്തി വീണ്ടും കുറ്റം പറയുകയാണ് കേട്ടോ. തൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടി തന്നെ വീണ്ടും ഇങ്ങനൊരു കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടു. എന്നിട്ടിപ്പോൾ മറ്റുള്ളവർ ഭരിക്കുന്നത് കേട്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭരണത്തിനനുസരിച്ച് നിൽക്കാനാണ് എന്നോട് എൻ്റെ ആങ്ങളമാർ പറഞ്ഞു തരുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈജയന്തി കോള് കട്ട് ചെയ്യാണ്. ശിവൻ പിന്നെ തിരിച്ച് വിളിക്കാനൊന്നും നിന്നില്ല. കാരണം തൻ്റെ സഹോദരിയുടെ സ്വഭാവം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കാനോ ഒരിക്കലും കഴിയില്ല. കമലയോടായി ചോദിക്കുന്നുണ്ട്, അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? നീ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ നിൽക്കുന്നത്? അവൾ ഇനിയും വഴക്കിട്ട് ഇവിടെ തിരിച്ചു വന്നാൽ നിനക്ക് തന്നെയാണ് അവൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനോടൊന്നും താല്പര്യമില്ലാത്തത്. എന്നിട്ടും നീ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണോ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്നും എത്തി നോക്കാൻ വരുമ്പോഴാണ് ഞാനും തിരിച്ചെന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നത്. ആ രോഹിത്ത് എന്ന് പറയുന്നവന്
അവൻ്റെ ആ വേലക്കാരി ചേച്ചിയെ കാണാൻ പൊന്നോ പണ്ടോ എന്തെങ്കിലും ആയിട്ട് അവന് അങ്ങോട്ട് പോയാൽ പോരെ? പിന്നെ അതിനിടയ്ക്ക് എന്തിനാ എൻ്റെ മക്കളെ വിളിച്ച് ഇതൊക്കെ പറയാൻ നിൽക്കുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, നിൻ്റെ മകന് അതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കാണും. അല്ലെങ്കിൽ തന്നെ കമലേ, അവന് ആ പെൺകുട്ടിയെ ജീവനാണെന്നും അവൻ അങ്ങനെ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ നിന്നോട് തന്നെയല്ലേ അവനൊരു 100 വട്ടം വിളിച്ചു കൂവി നടക്കുന്നത്. എന്നിട്ടെന്താണ് നിനക്കതൊന്നും മനസ്സിലാവാത്തത്? കഷ്ടം തന്നെ കമലേ. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവനെ നീ എതിർക്കാനാണ് ഭാവമെങ്കിൽ അവനെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. ഏത് രാജ്യത്ത് പോയാലും അവന് അവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി അവന് കിട്ടുകയും നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടി തന്നെ ആ പെൺകുട്ടിയെയും വിളിച്ച് അവൻ ഈ രാജ്യം കടന്ന് പോയാലുണ്ടല്ലോ, പിന്നെ തിരിച്ചവനെ നിനക്ക് കണി കാണാൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണുണ്ടല്ലോ, ദേഷ്യത്തോടു കൂടി തൻ്റെ കട്ടിലിലേക്ക് തന്നെ എറിയാണ് കേട്ടോ കമല. അങ്ങനെ അവരാഗ്രഹിച്ച പോലെ, രോഹിത്തും ബബിതയും കൃഷ്ണമോളും ആഗ്രഹിച്ച പോലെ തന്നെ തൻ്റെ ചേച്ചിയെ കാണാനായി അവർ അതിരാവിലെ തന്നെ കുളുത്തൂപ്പുഴയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അച്ഛൻ വിളിച്ച് പറഞ്ഞത് പ്രകാരം ഗോവർദ്ധനങ്ങൾ ഒരടിപൊളി നെക്ലസുമായിട്ട് തന്നെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ബബിതയ്ക്ക് നേരെ അത് നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഇന്നലെ രോഹിത്ത് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ കാറ് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സേഫായിട്ട് പതിയെ ഡ്രൈവ് ചെയ്ത് പോകണം, തിരിച്ച് ഇന്ന് തന്നെ വന്നേക്കണം എന്നുകൂടി ഗോവർദ്ധനങ്ങൾ പറയുകയാണ്. ഗോവർദ്ധനങ്ങൾ എന്താ ഇതൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ അതിശയത്തോടു കൂടി അങ്കിളിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ മൂവരും. ബാലചന്ദ്രൻ മുകളിൽ നിന്നും ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഗോവർദ്ധനെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. നിങ്ങൾ അവനെ അതിശയിച്ച് നോക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവൻ പറഞ്ഞ പോലെ തന്നെ പതിയെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വരണം. പോകുമ്പോഴും അങ്ങനെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒന്നും വേണ്ട, പിന്നെ ഇരുട്ടാനും നിൽക്കരുത്. മാക്സിമം കൂടിപ്പോയാൽ ഒരു 7 മണിയാവുമ്പോഴേക്കും ഈ വീട്ടിലേക്ക് തിരിച്ച് കയറി വരാൻ പാകത്തിന് തന്നെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ബാലചന്ദ്രൻ കൃഷ്ണമോളുടെ കയ്യിൽ ചെറിയൊരു ബാഗ് കാണുന്നത്. കൃഷ്ണമോളോടായി ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനൊരു ബാഗ്? അതച്ഛാ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ഒരു സേഫിന് വേണ്ടി കയ്യിലെടുത്ത് പിടിച്ചു എന്നേ ഉള്ളൂ. ആ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഒരു കള്ളച്ചിരി ചിരിക്കുകയാണ് കേട്ടോ. ഇല്ലച്ചാ, മാക്സിമം ഞങ്ങൾ 7 മണിയാകുമ്പോഴത്തേനും എത്താൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടി കാറിലേക്ക് കയറാൻ തയ്യാറാവാണ്. ഗോവർദ്ധനങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മയോട് പറഞ്ഞില്ലേ എന്ന്. ബബിതയാണ് മറുപടി പറയുന്നത്, ഒരു കാര്യം ചെയ്, ഞങ്ങൾ പോയതിന് ശേഷം അങ്കിൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ അങ്കിളിന് മനസ്സിലാവും ഞങ്ങൾ ഈ മിണ്ടാണ്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന്. ഗോവർദ്ധനം തിരിച്ച് മറുപടി പറയുന്നുണ്ട്, എൻ്റെ പൊന്നേ, അതിനോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് പറയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജ അകത്ത് നിന്നും വരുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, അതെ അതെ, എന്നിപ്പോൾ ആയിരിക്കും കണ്ണിന് നേരെ കണ്ടൂടല്ലോ. ഒരു കാലം വരും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നും എല്ലാത്തിനും പിന്നിലും ആരൊക്കെയാണ് കളിച്ചിരുന്നതെന്നൊക്കെ മനസ്സിലാവുന്നൊരു കാലം. എന്നോടാരും യാത്ര പറയണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. നാണം കെട്ടവർ നാണം കെട്ട യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടേക്ക് തന്നെയാണല്ലോ വരാൻ പോകുന്നത് എന്ന് മാത്രം വൈജ പറഞ്ഞ് കയ്യും കെട്ടി അവർക്ക് നേരെ നിൽപ്പായി. കൃഷ്ണമോളും ബബിതയും ഇതൊന്നും മൈൻഡാക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പോയിട്ട് ഗോവർദ്ധൻ കൊണ്ടുവന്ന കാറിൽ കയറുകയാണ് കേട്ടോ. കൃഷ്ണമോൾ തിരിച്ചു നിന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, പോകുന്ന വഴിയിൽ കേക്കും സ്വീറ്റ്സും വാങ്ങാനുള്ള ക്യാഷ് കൂടി രോഹിത്തേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണേ എന്ന് പറയുകയാണ്. അങ്ങനെ ആവട്ടെ എന്ന് കൈപൊക്കി കാണിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അവർക്ക് യാത്ര പറഞ്ഞ് അവരെയും അയക്കുകയാണ്. മൂവരും വളരെ സന്തോഷത്തിലാണ്. പോകുന്ന യാത്രയിൽ അവർ രേവതിക്കുട്ടിയെ കൂടി കൂട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. രോഹിത്താണ് അപ്പോൾ മറുപടി പറയുന്നത്, ഇന്നലെ അവളെ ഞാൻ വിളിച്ചതാ രാത്രി, പക്ഷെ അവളെ കോള് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് കരുതിയപ്പോൾ
ഞാനങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. നിങ്ങൾക്കാർക്കെങ്കിലും അവളെ ഇന്നലെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? നമ്മൾ പോകുന്ന കാര്യവും അല്ലെങ്കിൽ ചേച്ചിയുടെ പിറന്നാളാണെന്നുള്ള കാര്യമെങ്കിലും അവളെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഇനിയിപ്പോൾ നടക്കത്തുമില്ല. അവളെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയൊക്കെ വരുമ്പോൾ വല്ലാണ്ട് നേരം വൈകും. അതുകൊണ്ട് അത് പിന്നെ ആവട്ടെ. എന്തായാലും രോഹിത്തേട്ടൻ നേരെ കൊളുത്തുപുഴയിലേക്ക് തന്നെ വിട്ടോ എന്ന് പറയാണ്. രോഹിത്തിനപ്പോൾ മനസ്സുകൊണ്ട് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി കൂടി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് രോഹിത്ത് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും മനസ്സിലാവുന്നുണ്ടെങ്കിലും അവരൊന്നും മനസ്സിലാവാത്ത പോലെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവർ കൊളുത്തുപുഴയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അലീനയുടെ പ്രായം ഇത്രയായിട്ടും അതിനിടയിൽ ഒരു പിറന്നാൾ ആഘോഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റിനെ കുറിച്ചൊന്നും അലീന ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്തിട്ടില്ല. മുൻപെപ്പോഴോ ബ്രിജിത മമ്മി പറഞ്ഞ ഒരു ഓർമ്മയുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്നെ കിട്ടിയ ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബർത്ത്ഡേ എന്ന്. അതുമാത്രമാണ് അലീന എപ്പോഴും ചിന്തിക്കാറ്. രോഹിത്ത് ഇതേ സമയം ചോദിക്കുന്നുണ്ട്, നമ്മളെ അവിടെ എത്താനായിട്ടുണ്ട്. നിങ്ങളാരും ചേച്ചിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മൾ കയറി ചെല്ലുന്നത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴാണ് കൃഷ്ണമോള് പറയുന്നത്, ചേച്ചിക്കുള്ള ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചിട്ടില്ല കേട്ടോ രോഹിത്തേട്ടാ. അവിടെ എത്താനാവുമ്പോൾ ഇനി മാർക്കറ്റൊന്നും കണ്ടെന്നും വരില്ല. അതുകൊണ്ട് ഇനി കാണുന്ന കേക്ക് ഷോപ്പ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്തി അതങ്ങ് വാങ്ങിച്ചേക്കണമെന്ന് പറയുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങ് പോവേ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ കണ്ണിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കേക്ക് ഷോപ്പ് കാണുകയും അവിടെ ഇറങ്ങി അലീനയ്ക്കുള്ള കേക്കും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവർ കൊളുത്തുപുഴയിലുള്ള സ്റ്റാൻലി ജോസഫിൻ്റെ കൊട്ടാരമുറ്റത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കടന്ന് രോഹിത്തിൻ്റെ കാറ് കയറി ചെല്ലാണ്. ഇതേ സമയം ഇവരുടെ കാറ് വരുന്നത് കാണുന്നത് ആൻ്റപ്പൻ ചേട്ടനാണ് കേട്ടോ. ആൻ്റപ്പൻ ചേട്ടൻ പുതിയ കാറാണല്ലോ, ഇവിടെ സ്ഥിരം വരാറുള്ളതല്ലല്ലോ, ഇതാരാണാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നോക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ബബിതയും കൃഷ്ണമോളുമാണ്. ബബിതയെയും കൃഷ്ണമോളെയും അദ്ദേഹത്തിന് പരിചയമില്ല താനും. പിന്നീടാണ് കാറിൽ നിന്നും ഇറങ്ങുന്ന രോഹിത്തിനെ കാണുന്നത്. രോഹിത്ത് മുൻപ് വന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻ്റപ്പൻ ചേട്ടന് അവനെ മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞായിരുന്നു അല്ലേ, ഞാനിത് കാറ് പരിചയമില്ലാത്തത് കാരണം കാറിൽ നിന്നും ഇറങ്ങുന്നവരെയും പരിചയമില്ല, ആരാണെന്നിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ഇതാണല്ലേ പറഞ്ഞ സഹോദരിമാർ എന്നുകൂടി ആൻ്റപ്പൻ ചേട്ടൻ ചോദിക്കുകയാണ്. അതെ, ഇത് തന്നെയാണ് ആ രണ്ട് വ്യക്തികളെന്ന് പറഞ്ഞ് ആൻ്റപ്പൻ ചേട്ടനെയും ബബിതയെയും കൃഷ്ണമോളെയും ഒക്കെ പരസ്പരം പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പുറത്ത് കാറ് വന്ന ശബ്ദവും ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദവും കേട്ടിട്ട് അലീന പുറത്തേക്ക് ആരാണെന്ന് നോക്കാനായി വരുന്നുണ്ട്. അലീനയ്ക്ക് പിന്നാലെ തന്നെ വല്യപ്പച്ചനും സ്റ്റാൻലി ജോസഫും. വന്ന് നോക്കിയപ്പോൾ അലീന ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ കണ്ട് അവൾക്ക് വളരെ സന്തോഷം തോന്നുകയാണ് കേട്ടോ. സ്റ്റാൻലി ജോസഫിൻ്റെ കണ്ണിലുടക്കുന്നത് കൃഷ്ണമോളെയും ബബിതയെയുമാണ്. അതെ, ഇത് തൻ്റെ വൈജയന്തിയുടെ മറ്റ് രണ്ട് മക്കളാണെന്ന് സ്റ്റാൻലി ജോസഫിന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിത്ത് സ്റ്റാൻലി ജോസഫിന് അവർ പേരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. സ്റ്റാൻലി പഴയ പോലെ അല്ലല്ലോ, ഇപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് കാമാണ്. അവരെ കണ്ടപ്പോൾ അതേ സ്നേഹത്തോടു കൂടി തന്നെ സ്റ്റാൻലി അവരോട് കയറി വരാനൊക്കെ പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് സമ്മാനപ്പൊതികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി കേക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ എന്നുള്ളൊരു മൈൻഡൊന്നും ആരുടെ ഉള്ളിലും പോകുന്നില്ല. ചേച്ചിയെ കാണാൻ വന്ന സന്തോഷത്തിന് ചേച്ചിക്കുള്ള സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നീ എന്നതാടാ കൊച്ചനെ വിളിക്കാണ്ടും പറയാണ്ടും ഒക്കെ ഇങ്ങനെ കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, ഇവിടെ എപ്പോൾ വന്നാലും വിരുന്നായിരിക്കുമെന്ന് ചേച്ചി പറയാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്നേ എനിക്ക് തോന്നിയില്ല വല്യപ്പച്ച എന്ന് രോഹിത്തിൻ്റെ മറുപടിയും. സ്റ്റാൻലി ജോസഫിനോടായിട്ട് രോഹിത്ത് ഒരു സ്വകാര്യം പറയാനുണ്ടെന്നും ഒന്ന് അല്പം മാറി നിൽക്കണമെന്നും അലീന കേൾക്കാതെ തന്നെ പതിയെ പറയുകയാണ്. രോഹിത്ത് പറയുന്നത് കേട്ടിട്ട് സ്റ്റാൻലി ജോസഫിന്
തന്നോട് മാത്രം രോഹിത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പെട്ടെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. രോഹിത് പറയുന്നുണ്ട്, വേറൊന്നുമല്ല അങ്കിളെ, എൻ്റെ കൂടെ അല്പം ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ പതിയെ അവരാരും കാണാതെ തന്നെ രോഹിത്തും സ്റ്റാൻലി ജോസഫും കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നിന്ന ശേഷം രോഹിത്ത് സ്റ്റാൻലി ജോസഫിനോടായി പറയുകയാണ്, ഇന്നലെ അങ്കിള് വിളിച്ച് അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ ചേച്ചിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ വേണമെന്ന്? അപ്പോഴായിരുന്നു ചേച്ചിയുടെ ബർത്ത് ഡേറ്റ് കാണാനിടയായത്. അപ്പോൾ ഇന്നത്തെ ദിവസം ചേച്ചിക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാവണമെന്ന് തോന്നി. ഇന്നേ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അങ്കിളെ, അതുകൊണ്ടാണ് ഞങ്ങൾ ചേച്ചിക്കുള്ള കേക്കും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് വന്നതെന്ന് പറയുമ്പോൾ സ്റ്റാൻലി ജോസഫിന് വളരെ സന്തോഷം തോന്നുകയാണ്. അലീന തൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള അലീനയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അത് വളരെ ഉത്സവം പോലെ തന്നെ ആഘോഷിക്കണം എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് രോഹിത്തിനോട് പറയുന്നുണ്ട്. രോഹിത്തിനും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ് കേട്ടോ. രോഹിത്ത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മകളെ തനിക്ക് കിട്ടിയത് 23ാമത്തെ വയസ്സിലാണെങ്കിലും അവളുടെ 24ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആയാലും പെരുന്നാൾ പോലെ ആഘോഷിക്കണമെന്നും പടക്കവും പൂത്തിരിയും ഒക്കെ വാങ്ങണമെന്നൊക്കെ രോഹിത്തിനോട് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അങ്കിളും കൂടി എൻ്റെ ഒപ്പം വായോ, ചേച്ചിക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമുക്കൊരു അടിപൊളി സർപ്രൈസ് ഒരുക്കണം. അച്ഛൻ ചേച്ചിക്കുള്ള ഗിഫ്റ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ഇനി അത്യാവശ്യം ഇവിടെയുള്ളൊരു ഡെക്കറേഷനാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ മനസ്സിൽ ചെറിയൊരു കുശുമ്പ് തോന്നുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ്റെ മാത്രം എന്ത് വലിയ ഗിഫ്റ്റാണാവോ അലീനയ്ക്ക് കൊടുത്തു വിട്ടിരിക്കുന്നതെന്ന് സ്റ്റാൻലി പതിയെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എന്ത് ഗിഫ്റ്റാണ് അലീനയ്ക്ക് കൊടുത്തു വിട്ടിരിക്കുന്നതെന്ന്? അത് പ്രത്യേകിച്ചൊന്നുമില്ല അങ്കിളെ, ഇന്നലെ രാത്രിയാണല്ലോ ഈ ബർത്ത്ഡേ ഇന്നാണെന്നൊക്കെ അറിയുന്നത്. പിന്നെ പുറത്തു പോയിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റത്തുമില്ല. അച്ഛൻ ജ്വല്ലറിയിൽ നിന്നും ഒരു നെക്ലസ് തന്നെയാണ് ചേച്ചിക്ക് എടുത്ത് തന്നത്. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിയിൽ അത്യാവശ്യം ചേച്ചിക്കുള്ള ചോക്ലേറ്റ്സും പിന്നെ അവരെന്തോ ഡ്രസ്സ് എന്തോ ചേച്ചിക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ മനസ്സിലപ്പോൾ പെട്ടെന്ന് തന്നെ ചിന്ത വരികയാണ്, അലീനയ്ക്ക് വളരെ നല്ലൊരു ഗിഫ്റ്റ് തന്നെ വാങ്ങണമെന്നും അത് ഇവർ കൊണ്ടുവന്നതിനേക്കാളും ഒരു പടി മുമ്പിലായിരിക്കണമെന്നൊക്കെ. സ്റ്റാൻലി അകത്ത് ചെന്ന് അതിന് മുമ്പായിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, നമുക്ക് പുറത്തേക്ക് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അതിനു മുമ്പ് ഞാൻ പോയി അപ്പച്ചനോടൊന്ന് കാര്യം അവതരിപ്പിക്കട്ടെ എന്ന് പറയുകയാണ്. സ്റ്റാൻലി അകത്ത് പോയിട്ട് വല്യപ്പച്ചനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ അകത്തേക്ക് പോയിക്കോ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി മാറി നിന്ന് സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന്. സ്റ്റാൻലി ജോസഫ് രോഹിത്തിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം തൻ്റെ അച്ഛനുമായി മാറി നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പച്ച, അറിഞ്ഞില്ലേ, ഇന്ന് അലീനയുടെ 24ാമത്തെ പിറന്നാളാണെന്ന്. അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളായിട്ട് ബാലചന്ദ്രൻ അയച്ചതാണ് ആ കുട്ടികളെ. അപ്പച്ചൻ അറിഞ്ഞോ എന്തൊക്കെയാണ് അയാൾ കൊടുത്തു വിട്ടിരിക്കുന്നതെന്ന്? നെക്ലേസും ഡ്രസ്സുകളും സ്വീറ്റ്സും കേക്കും ഒക്കെയാണ്. നമ്മൾ ഒട്ടും കുറയാൻ പാടില്ല അപ്പച്ച. അവൾ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം അവളുടെ ആദ്യത്തെ പിറന്നാളാണ്. അവൾ പലപ്പോഴും പറയാറില്ലേ അവൾക്ക് കിട്ടാതെ പോയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളെക്കുറിച്ചിട്ട്? അതൊക്കെ നമുക്ക് ഇന്ന് അവളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. എല്ലാത്തിനേലും വലുതായിട്ട് എനിക്ക് അവൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അതെന്തായിരിക്കും അപ്പച്ച? ഒരു പെൺകുട്ടിക്ക് ഏറ്റവും എന്താ പറയേണ്ടത് അതിനെ എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ജോസഫ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ആളുടെ അപ്പച്ചനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പച്ചൻ ഇങ്ങനെ അതിശയപൂർവ്വം ഇങ്ങനെ സ്റ്റാൻലിയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആദ്യം ഒന്ന് കാം ആൻഡ് കൂളാവടാ, എന്നിട്ട് നീ സംസാരിക്കുക. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വെപ്രാളം കൊള്ളുന്നത്? ഇതിപ്പോൾ രാവിലെയല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് രാത്രി ചെറിയ രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാം. നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്താം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല അപ്പച്ച, അതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയും.
പക്ഷെ എനിക്ക് അലീനയ്ക്ക് വിലമതിക്കാനാവാത്തതെന്ന് തോന്നുന്ന ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഒരിക്കലും നിന്നെക്കൊണ്ടാവില്ല. അവൾ അങ്ങനെ ഒരുപാട് വിലമതിക്കുന്ന ഗിഫ്റ്റുകളൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിന്നെക്കൊണ്ടത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിനക്ക് തോന്നണം അവൾക്ക് ഇന്ന ഗിഫ്റ്റ് കൊടുത്താൽ അവൾക്ക് എപ്പോഴും അതൊരു പ്രയോജനമായിരിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗിഫ്റ്റിനെ കുറിച്ചാവാം നമ്മൾ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വല്യപ്പച്ചൻ പറയുകയാണ്, ഇവിടെ കാര്യം ശരി തന്നെ, ഇവിടെ ഒരുപാട് കാറുകളൊക്കെയുണ്ട്. പക്ഷെ ഇന്നേ വരെ അവൾ ആ കാറൊന്നും ഡ്രൈവ് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. അവളെ ഞാൻ കൊണ്ടുപോയി ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർത്തി ഞാൻ തന്നെ അവളെ കൊണ്ടുപോവുകയും ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിടത്തോളം അവൾ നന്നായിട്ട് തന്നെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയും ക്ലാസ്സിലെ കാറൊക്കെ അവൾ നന്നായിട്ട് ഓടിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ സുഹൃത്തില്ലേ, എന്താണ് ആ പയ്യൻ്റെ പേര് എന്ന് വല്യപ്പച്ചൻ മറന്ന പോലെ ഇങ്ങനെ സ്റ്റാൻലി ജോസഫിനോട് ചോദിക്കുകയാണ്. വല്യപ്പച്ചൻ ആരുടെ കാര്യമാണ് പറയുന്നത്? അല്ല, ആ കാറിൻ്റെ ഷോറൂമൊക്കെ ഉള്ള ആ ഒരു പയ്യനില്ലേ, നിൻ്റെ വളരെ ക്ലോസ് ആയൊരു ഫ്രണ്ട്. ആരാണ് അപ്പച്ച? മാർട്ടിനാണോ? ആ അതന്നെ. ആ മാർട്ടിനെ വിളിച്ചിട്ട് ഇപ്പോൾ അവൻ്റെ ഷോറൂമിലുള്ള ഏറ്റവും നല്ല കാർ ഏതാണെന്ന് ചോദിക്കൂ. ഗേൾസിന്, പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണത് അത് തന്നെ ആയിക്കോട്ടെ. നിനക്ക് നിൻ്റെ മകൾക്ക് 24ാമത്തെ വയസ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്. അത്യാവശ്യം അവൾ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, അവൾക്ക് സ്വന്തമായിട്ടൊരു കാറ് ഇരുന്നോട്ടേടാ എന്ന് വല്യപ്പച്ചൻ പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫിനും അത് വളരെ ഇഷ്ടമാവാണ്. സ്റ്റാൻലി ജോസഫ് ഉടനെ തന്നെ തൻ്റെ ഫ്രണ്ടായ മാർട്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ മാർട്ടിൻ പറയുന്നുണ്ട്, ഷോറൂമിലുള്ള കാർ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തരാം. പക്ഷേ നീ ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കേണലെ നീ കുറച്ച് മുമ്പേ പറയേണ്ടതായിരുന്നു. ബർത്ത്ഡേയെ കുറിച്ചൊക്കെ നീ ഇപ്പോഴാണോ അറിയുന്നത് എന്നൊക്കെ അദ്ദേഹം അറിയാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നിന്നോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ തന്നെ പറഞ്ഞു തരാം. പക്ഷെ എനിക്കിന്ന് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു കാറ് തന്നെ നീ എനിക്ക് റെഡിയാക്കി തരണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആവട്ടെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നീ എന്തായാലും ഇവിടേക്ക് തന്നെ വന്നോളൂ നേരിട്ട്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിനക്കുള്ള നടപടി ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് വളരെ സന്തോഷത്തിലാണ്. സ്റ്റാൻലിയും അപ്പച്ചനും സ്റ്റാൻലി ചെന്ന് രോഹിത്തിനെയും കൂടിയും വിളിക്കുന്നുണ്ട്. അലീനയോടും കൃഷ്ണമോളോടും ബബിതയോടും ഒക്കെ സിറ്റിയിൽ പോവുകയാണെന്നും നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അലീന പറയുന്നുണ്ട്, ഒന്നും മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല പപ്പ, എല്ലാ സാധനങ്ങളും ഇവിടെ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറത്ത് എന്ത് മേടിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവരാദ്യമായിട്ട് വന്നതല്ലേ, അവരെ ഇവിടെ ഉള്ളത് മാത്രം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയാൽ പോരാ, പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയി മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രോഹിത്തും അതിന് സപ്പോർട്ട് ചെയ്ത് പറയാണ് കേട്ടോ, അത് ശരിയാ, അങ്കിളിൻ്റെ വക എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് മോശമല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മാർട്ടിൻ്റെ ഷോറൂമിലേക്ക് യാത്ര തിരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി കൂട്ടുകാരെ.